സംസ്ഥാനം നേരിട്ട ധനഞ്ഞെരുക്കത്തിന് കാരണമെന്താണ്? ഒറ്റ വാക്കിൽ പറഞ്ഞാൽ കേന്ദ്ര അവഗണന. പൊടുന്നനെ ഈ സർക്കാരിൻ്റെ കാലത്ത് തുടങ്ങിയതൊന്നുമല്ല. കേരളത്തിൽ നിന്നടക്കം കേന്ദ്രം പിരിച്ചെടുക്കുന്ന നികുതി പണത്തിലെ നമ്മുടെ വിഹിതം കുറയാൻ ആരംഭിച്ചിട്ട് 1/4 നൂറ്റാണ്ടായി. 10ാം ധനകാര്യ കമ്മീഷൻ കാലത്ത് 3.88% 15ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് ചരിത്രത്തിലെ ഏറ്റവും കുറഞ്ഞ 1.92%-ലെത്തി. കേന്ദ്ര ധനകമ്മീഷൻ പ്രാദേശിക സർക്കാരുകൾക്ക് അനുവദിക്കുന്ന ഗ്രാൻറ്റിൻ്റെ കാര്യത്തിലും കേരളത്തിൻ്റെ ഓഹരി തുടർച്ചയായി കുറയുകയാണ്. അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാര്യത്തിൽ കേരളമാണ് ഒന്നാമതെന്ന് എല്ലാവരും അംഗീകരിക്കുന്നു. പക്ഷേ പദ്ധതി വെട്ടിക്കുറിക്കുകയാണ് ചെയ്യുന്നത്. 12ാം ധനകാര്യ കമ്മീഷൻ്റെ കാലത്ത് കേരളത്തിന് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് വിഹിതം 4.54%. 15ാം ധനകാര്യ കമ്മീഷനായപ്പോൾ അത് 2.68% കുറഞ്ഞു. സർ, കേന്ദ്രത്തിൽ നിന്നുള്ള നികുതി വിഹിതത്തിൻ്റെ കാര്യം ഇതാണെങ്കിൽ സംസ്ഥാനം പിരിക്കുന്ന തനത് നികുതികളുടെ കാര്യമോ? GST വന്നതോടുകൂടി സ്വന്തം നിലയിൽ നിരക്കുകൾ നിശ്ചയിച്ച് നികുതി പിരിക്കാനുള്ള നമ്മുടെ അധികാരം ഏതാണ്ട് പൂർണ്ണമായും ഇല്ലാതായി. GSTയിൽ നികുതി വരുമാനം കുതിച്ചുയരും എന്നായിരുന്നു പ്രതീക്ഷ. അതുണ്ടായില്ല. നികുതി പിരിവിലെ കുറവ് പരിഹരിക്കാൻ അനുവദിച്ചിരുന്ന GST കോമ്പൻസേഷനും നിലച്ചു. കടമെടുക്കുന്ന സംസ്ഥാനങ്ങളുടെ അവകാശത്തിലേക്ക് വരാം. ധന ഉത്തരവാദിത്വ നിയമത്തിൻ്റെ പേരിൽ സംസ്ഥാനങ്ങളുടെ ധനകമ്മി ആഭ്യന്തര ഉൽപ്പാദനത്തിന് കേവലം 3% നിജപ്പെടുത്തി. കേന്ദ്ര സർക്കാർ ഈ പരിധി നിബന്ധന ഒരിക്കലും പാലിക്കാറില്ല. കേരളത്തിൻ്റെ കാര്യത്തിൽ അനുവദിക്കപ്പെട്ട പരിധികളിൽ നിന്ന് പോലും കടമെടുക്കാൻ അനുവദിക്കുന്നില്ല. കിഫ്ബി വായ്പകളും പെൻഷൻ കമ്പനിയുടെ വായ്പകളും പബ്ലിക് അക്കൗണ്ടിലെ നിക്ഷേപവും കടമായി കണക്കാക്കി കേരളത്തിൻ്റെ വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറച്ചു എന്ന് മാത്രമല്ല, മുൻകാല പ്രാബല്യത്തോടെ ഇത് വെട്ടിക്കുറയ്ക്കുന്ന സ്ഥിതിയുമുണ്ടായി. സർ, ദേശീയപാത അതോറിറ്റി പോലുള്ള ഏജൻസികൾ എടുക്കുന്ന വായ്പ കേന്ദ്ര സർക്കാരിൻ്റെ വായ്പാ പരിധിയിൽ നിന്നും വെട്ടിക്കുറയ്ക്കാറില്ല എന്നതും കാണണം. കേരളത്തിൻ്റെ ഭരണഘടനാപരമായ അവകാശങ്ങൾ ലംഘിക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിച്ചത്. കോടതി കേസിൽ കഴമ്പുണ്ടെന്ന് കണ്ടാണ് സുപ്രീം കോടതി കേസ് ഭരണഘടനാ ബെഞ്ചിന് വിട്ടത്. സർ, ഇന്ത്യയുടെ ഫെഡറൽ ധനഘടനയെ തകർക്കുന്ന കേന്ദ്ര സമീപനത്തിനെതിരെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ കേരളം സംഘടിപ്പിച്ച പ്രതിരോധത്തിന് വലിയ പ്രതികരണമാണ് ലഭിച്ചത്.